നമസ്കാരം. ഓരോ പ്രഭാതത്തെയും ഓരോ സാഹചര്യങ്ങളെയും നാം ഓരോരുത്തരും വരവേൽക്കുന്നത് പലവിധ മനോഭാവങ്ങളിലാണ്. ചിലർക്കത് ഒരു ചെടി വെയിലിൽ പുതുമുകുളങ്ങൾ ഇടുന്നത് പോലെയാണെങ്കിൽ മറ്റു ചിലർക്ക് അത് കടലലകൾ പോലെ പ്രക്ഷുബ്ധമാകാം. വേനലിലെ പൂക്കളെ പോലെ വളരെ ക്രിയാത്മകമായിട്ടാകാം മറ്റു ചിലർക്ക് അത് അനുഭവപ്പെടുക. ഇന്ത്യൻ തത്വശാസ്ത്രം ലോകത്തിന് സമ്മാനിച്ച അതിപുരാതനവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരറിവാണ് യോഗാശാസ്ത്രം. ജീവിതം വളരെ വിരസവും ശാരീരികവും മാനസികവുമായ ആരോഗ്യം ജീവിതത്തിന് അനിവാര്യവുമായ ഒരു ഘട്ടത്തിലാണ് ഒരിക്കൽ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന, എന്നാൽ പ്രവാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പരിമിതികളിലുമൊക്കെ പിന്നത്തേക്ക് മാറ്റിവെച്ച് ഏതാണ്ട് മറന്നു കഴിഞ്ഞ യോഗയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. ഒരു ദീർഘകാല യാത്രയ്ക്ക് ശേഷം വീട്ടിലേക്ക് വന്നു കയറിയതുപോലെയായിരുന്നു യോഗ പുനരാരംഭിച്ചപ്പോൾ ആദ്യം തോന്നിയത്. എത്ര വേണമെങ്കിലും വിശ്രമിക്കാൻ സ്വന്തം മുറിയിൽ തിരികെ എത്തിയ സന്തോഷം. വഴിയിൽ യാത്രയിൽ പറ്റിയ പരിക്കുകളെ മുറിവ് വെച്ച് കെട്ടാൻ, നല്ല ഭക്ഷണം പാകം ചെയ്തു തരാൻ സ്നേഹനിധികളായ മാതാപിതാക്കൾ ഒപ്പമുള്ളതുപോലെ യാത്രയുടെ ക്ഷീണം മുഴുവൻ വേഗം മാറി യാത്രയിൽ മുഷിഞ്ഞതൊക്കെ അലക്കി ഉണക്കി അടുത്ത യാത്രയ്ക്ക് സജ്ജമാക്കുന്ന പോലെ. ഇന്ന് 12ാമത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയാണ്. ഞങ്ങൾ യോഗ ജേണി പുനരാരംഭിച്ചിട്ട് 79ാമത് ദിവസം. പഴയ മുറിവുകളെയെല്ലാം ഉണക്കി പുതിയ സ്വപ്നങ്ങളിലേക്ക് കുതിക്കാൻ ഞങ്ങൾ ഊർജം സംഭരിക്കുകയാണ്. ജീവിതത്തിൽ ക്രിയാത്മകമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ യോഗാഭ്യാസം നല്ലൊരു വഴിയാണ്. അത് അപ്രതീക്ഷിതമായതിനെയെല്ലാം ഉൾക്കൊള്ളാനും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും പുതിയ സാധ്യതകളാക്കി മാറ്റാനുമുള്ള ഒരു പുതിയ മനോഭാവം നിങ്ങളിൽ സൃഷ്ടിക്കും.